Good morning, students. Adutha university question idana. Find the velocity and acceleration of the particle whose position vector is given by r of t is equal to e raised to t into I plus e raised to minus t into j at t equal to 0. So, velocity and acceleration ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ പൊസിഷൻ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ജൂലൈ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ r of t എന്ന് പറയുന്നത് എന്താണ്? e raised to t into I plus e raised to minus t into j. ഇതാണ് r of t. നമുക്ക് ഇതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ v of t, വെലോസിറ്റി റെപ്രസെന്റ് ചെയ്ത് v of t ആണ്. That is equal to ഈ r of t നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. r of t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. r of t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് r dash t. ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ i യുടെ കമ്പോണന്റ് എന്താണ്? e raised to t ആണ്. ആ e raised to t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്ത് കിട്ടും നമുക്ക്? e raised to t ഡിഫറൻഷിയേഷൻ e raised to t പ്ലസ് അടുത്ത j യുടെ കമ്പോണന്റ് എന്താണ്? e raised to minus t. e raised to minus t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? e raised to minus t into minus 1. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? e raised to t into I minus e raised to minus t into j. നമുക്ക് v of t കിട്ടി. ഇനി വെലോസിറ്റി at t equal to 0 കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കും. വെലോസിറ്റി at t is equal to 0 കാണാനായിട്ട് വെലോസിറ്റി v of 0 എന്ന് പറഞ്ഞാൽ ഈ t ക്ക് വരെ 0 കൊടുക്കാം. t ക്ക് 0 കൊടുത്താൽ സംഭവിക്കും നമുക്ക് e raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ I മൈനസ് ഇവിടെ t ക്ക് 0 കൊടുക്കാം. അപ്പൊ j. അപ്പൊ നമുക്ക് വെലോസിറ്റി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? v of 0 എന്ന് പറയുന്നത് I മൈനസ് j എന്ന് കിട്ടും. വെലോസിറ്റി at t equal to 0 എന്ത് കിട്ടി? I മൈനസ് j കിട്ടി. അത് എങ്ങനെയാണ് കിട്ടിയത്? നമുക്ക് തന്നിരിക്കുന്ന പൊസിഷൻ വെക്ടറിലെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് e raised to t into I plus e raised to minus t into j ആണ്. അത് r of t ആണെങ്കിൽ r of t നെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ i യുടെ കമ്പോണന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, j യുടെ കമ്പോണന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. i യുടെ കമ്പോണന്റ് എന്താണ്? e raised to t ആണ്. e raised to t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ e raised to t കിട്ടും. e raised to minus t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ e raised to minus t into minus ഉണ്ട്. അപ്പൊ കിട്ടുന്ന ആൻസർ എന്താണ്? e raised to t into I minus e raised to minus t into j. ആ ടിക്ക് നമ്മൾ 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? e raised to 0 1 ആണ്. അപ്പോ I മൈനസ് j. ഇനി നമുക്ക് അടുത്ത ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ a of t എന്ന് പറഞ്ഞാൽ ഈ r dash നെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. r double dash t. r dash t നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ r dash t നെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? ആക്സിലറേഷൻ. അപ്പൊ നമ്മള് r dash t ഇതാണ്. e raised to t I നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ I യുടെ കമ്പോണന്റ് e raised to t ആണ്. e raised to t into I മൈനസ് അവിടെ എന്ത് വരും? e raised to minus t into minus 1 into j. ഒരു മൈനസ് ഉണ്ട്. e raised to minus t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ e raised to minus t into minus 1 into j എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുന്ന ആൻസർ? e raised to t into I plus e raised to minus t into j. അതാണ് നമുക്ക് കിട്ടുന്ന ആക്സിലറേഷൻ. ഇനി ആക്സിലറേഷൻ അറ്റ് പോയിന്റ്, ആ പോയിന്റ് എന്താണ്? 0 കണ്ടുപിടിക്കണം. 0 കണ്ടുപിടിക്കുമ്പോൾ t ക്ക് 0 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? I പ്ലസ് ഇവിടെ നമുക്ക് t ക്ക് 0 കൊടുക്കുമ്പോൾ j. അപ്പൊ രണ്ടാമത്തെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? a of 0 is equal to I plus j. അപ്പോ ആക്സിലറേഷൻ at t equal to 0 ഈ പ്രോബ്ലത്തിൽ ആൻസർ ഏതാണ്? I plus j ആണ്. വെലോസിറ്റി at t equal to 0 എന്താണ് ആൻസർ? I minus j ആണ്. അപ്പൊ വെലോസിറ്റിയും ആക്സിലറേഷൻ കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന പൊസിഷൻ വെക്ടറിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ആണ് നമുക്ക് വെലോസിറ്റി വെക്കുന്നത്. അതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആക്സിലറേഷൻ കേട്ടോ. അപ്പോ ഇത് ജൂലൈ 2021 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. ഇപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.